യമുനാ നദിയുടെ തീരത്ത് ഒരിക്കൽ ഭയം നിറഞ്ഞ നിശബ്ദത പടർന്നിരുന്നു. ആ നദിയുടെ വെള്ളം നീലമല്ല, കറുപ്പായിരുന്നു. വിഷം നിറഞ്ഞതായിരുന്നു അതിന്. കാരണം കാളിയൻ ഒരു ഭീകരനായ നാഗരാജാവാണ്. കാളിയന്റെ വിശ്വാസം കൊണ്ട് യമുനയിലെ വെള്ളം വിഷമയമായി. മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. പക്ഷികൾ പോലും ആ വെള്ളം തൊടാതെ വീണു മരിച്ചു. വൃന്ദാവനത്തിലെ ഗോപന്മാരും ഗോപികമാരും ഭീതിയിൽ ആയിരുന്നു. ഒരു ദിവസം കൃഷ്ണൻ കൂട്ടുകാരോടൊപ്പം കളിക്കുമ്പോൾ പന്ത് യമുനയിലേക്ക് വീണു. എല്ലാവരും പേടിച്ചു. അവിടെ പോകരുത്, അത് കാളിയന്റെ നദിയാണ്. പക്ഷേ കൃഷ്ണൻ പുഞ്ചിരിച്ചു. ഞാൻ കൊണ്ടുവരാം. കൃഷ്ണൻ ഒരു നിമിഷം പോലും വിചാരിക്കാതെ യമുനയിലേക്ക് ചാടി. ആ നിമിഷം നദി കോപത്തോടെ കുലുങ്ങി. കാളിയൻ ഉയർന്നു വന്നു, പല തലകളോടെ വിഷം ചീറ്റി. അവൻ കൃഷ്ണനെ ചുറ്റിപ്പിടിച്ചു, ശരീരം മുറുകെ കെട്ടി. ഗോപികമാർ കരഞ്ഞു. യശോദ വീണു കിടന്നു. വൃന്ദാവനം മുഴുവൻ നിശബ്ദം. പക്ഷേ കൃഷ്ണൻ വിഷം ഒന്നും ചെയ്തില്ല. അവൻ ശാന്തനായി നാഗത്തിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. അടുത്ത നിമിഷം കാളിയന്റെ തലകളുടെ മുകളിൽ നൃത്തം തുടങ്ങി. കൃഷ്ണന്റെ ഓരോ ചുവടിലും കാളിയന്റെ തലകൾ ഒന്നൊന്നായി താഴ്ന്നു. വിഷം ചോർന്നു. അഹങ്കാരം പൊട്ടി. ശക്തി ഒലിച്ചു. ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. അവസാനം കാളിയന്റെ ഭാര്യകൾ നാഗകന്യകമാർ കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു. ഇനി ഞങ്ങൾ പാപം ചെയ്യില്ലായേ, ഞങ്ങളുടെ ഭർത്താവിനെ രക്ഷിക്കണേ. കൃഷ്ണൻ നൃത്തം നിർത്തി. കൃഷ്ണൻ പറഞ്ഞു, നിനക്ക് ഇവിടെ താമസിക്കാൻ അവകാശമില്ല. ഈ നദി ജീവിതത്തിനായുള്ളതാണ്, വിഷത്തിനല്ല. സമുദ്രത്തിലേക്ക് പോ. അവിടെ ഗരുഡൻ പോലും നിനക്കെതിരാകില്ല. യമുന വീണ്ടും ജീവിച്ചു. കാളിയൻ തന്റെ അഹങ്കാരം വിട്ട് യമുന വിട്ടുപോയി. നദി വീണ്ടും ശുദ്ധമായി. മത്സ്യങ്ങൾ തിരിച്ചു വന്നു. പക്ഷികൾ പാടി. വൃന്ദാവനം വീണ്ടും പുഞ്ചിരിച്ചു. കൃഷ്ണൻ കരയിലേക്ക് വന്നു. യശോദ അവനെ അണച്ചുപിടിച്ചു. അഹങ്കാരം വിഷമാണ്, ദൈവസ്മരണം അമൃതമാണ്. കൃഷ്ണൻ വിഷത്തെ പോലും ശുദ്ധമാക്കി.